ഹലോ എവ്രിവൺ. ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്ന എക്സാമാണ് നീറ്റ്. ഇപ്പം നീറ്റ് ഇത്രയും അടുത്തായി. ഇനി ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കോച്ചിങ് എടുക്കുന്നവരുണ്ടായിരിക്കും, ഇല്ലാത്തവരും ഉണ്ടായിരിക്കും. റിപ്പീറ്റേഴ്സും റിപ്പീറ്റേഴ്സും സൂപ്പർ റിപ്പീറ്റേഴ്സും എന്നെക്കൊണ്ട് പറ്റുമോ, ഈ നാട്ടുകാരെന്തൊക്കെ പറയും, ആകെ ടെൻഷൻ അടിച്ചിട്ട് പലതും മറന്നു പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. തിങ്സ് ടു റിമെമ്പർ. എൻ്റെ പഠിത്തമൊന്നും എനിക്ക് ശരിയല്ല, എനിക്ക് പഠിച്ചൊന്നും ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ഡ്രീം കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ദ ഡേ ബിഫോർ നീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? Hello everyone, this is Anamika, third year MBBS student from Calicut Medical College. This video is for NEET aspirants. വിഷുവും ഈസ്റ്ററൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. 2025 നീറ്റിന് ഇനി ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എഴുതാനിരിക്കുന്നവർ കുറച്ച് ടെൻസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊന്നും അധികം എൻജോയ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ. എന്നാലും കുറച്ച് സമയമൊക്കെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ആ ടെൻഷൻ മോഡ് ഭയങ്കര ഓണായിട്ടിരിക്കുമായിരിക്കും, ഫുൾ പവറിൽ കത്തിക്കൊണ്ടിരിക്കുമായിരിക്കും അല്ലേ. പിന്നെ പഠിച്ചതൊക്കെ ഒരു പുകമയമായിട്ടുണ്ടോ, ഒന്നും ഓർമ്മ കിട്ടുന്നില്ല, ആകെ ഒരു കലങ്ങിയ അവസ്ഥ, അങ്ങനെയൊക്കെ ആയിരിക്കും പലരും ഇരിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട കേട്ടോ. നിങ്ങൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഫോർ യു. സോ ഇത് കാണുക. ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്ന എക്സാമാണ് നീറ്റ് അല്ലേ. അതിൽ തന്നെ കോച്ചിങ് എടുക്കുന്നവരുണ്ടായിരിക്കും, ഇല്ലാത്തവരും ഉണ്ടായിരിക്കും. കോച്ചിങ് എടുക്കുന്ന ആൾക്കാരിൽ തന്നെ റിപ്പീറ്റേഴ്സും റിപ്പീറ്റേഴ്സും സൂപ്പർ റിപ്പീറ്റേഴ്സും പിന്നെ റെസിഡൻഷ്യൽ പഠിക്കുന്നവരും ലോങ് ടേം ആയിട്ട് പഠിക്കുന്നവർ, ഹൈബ്രിഡ് ക്ലാസ്സിൽ പഠിക്കുന്നവർ, അങ്ങനെ പല തരത്തിലായിരിക്കും കുട്ടികളുണ്ടാവുക. ഇപ്പോൾ കോച്ചിങ് എടുക്കാത്ത കുട്ടികളാണെങ്കിൽ ലൈക്ക് +2 കഴിഞ്ഞിട്ടൊക്കെ എഴുതില്ലേ, ചിലർ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും, ചിലരൊന്നുമില്ല അതിൽ തന്നെ എന്താ പറയുക ഡോക്ടർ ആവണം എന്നൊരു ഡിസയറുള്ള കുട്ടികളുണ്ടാവും. എന്നാൽ അതൊന്നും വേണ്ട, ലൈക്ക് ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ ആവാം അങ്ങനെ പറയുന്നവരുണ്ടാവും. അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആൾക്കാരാണ് നീറ്റായിട്ട്. അപ്പം എല്ലാവരുടെ അടുത്തും ഇപ്പം നീറ്റ് ഇത്രയും അടുത്തായി. ഇനി ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. കോച്ചിങ് എടുത്ത കുട്ടികളാണ് അല്ലെങ്കിൽ എടുക്കാത്ത കുട്ടികൾ ആരെങ്കിലുമൊക്കെ ആവട്ടെ, ആരായാലും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബി ടെൻഷൻ ഫ്രീ. ടെൻഷനൊന്നും നമുക്ക് വേണ്ട. ടെൻഷൻ കൊണ്ട് എന്ത് ചെയ്യാനാ, ഒന്നും നമുക്ക് ചെയ്യാനില്ല. ലൈക്ക് നമ്മൾ പഠിച്ചത് പോലും മറന്നു പോകത്തുള്ളൂ. അല്ലാതെ ടെൻഷൻ നമ്മൾ ഒന്നിനും ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ അതിനെ ആദ്യം എടുത്ത് മാറ്റി വയ്ക്കാം, എന്നിട്ട് കോൺഫിഡൻ്റ് ആവാം. എനിക്കതൊന്നും വിഷയമല്ല, ലൈക്ക് ടെൻഷൻ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ടെൻഷനെ അങ്ങ് മാറ്റി വയ്ക്കാം. അതാണ് ഫസ്റ്റ് തിങ്. ദെൻ എന്ത് ചെയ്യുക, ബി കോൺഫിഡൻറ്റ്. അതായത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ആരും സ്പെഷ്യലി കോച്ചിങ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും പഠിക്കാണ്ടിരിക്കില്ല. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ പഠിച്ചു, അപ്പോൾ അതെന്തായാലും നമുക്ക് എക്സാമിനെ റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. അത് നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക നിങ്ങളുടെ മനസ്സിനെ. ഓക്കെ, അപ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി കിട്ടും. പിന്നെ നെഗറ്റീവ് തോട്ട്സ്, എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ള ആ ഒരു ചിന്ത, അത് വേണ്ട. പിന്നെ ഇനി സപ്പോസ് കിട്ടിയില്ലെങ്കിൽ, അങ്ങനെ ഇത്രയും കുട്ടികൾ എന്ന എക്സാമാണ്, എല്ലാവർക്കും ഒന്നും എന്തായാലും സീറ്റ് കിട്ടില്ല. ബട്ട് സ്റ്റിൽ എന്താ കിട്ടുമെന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ വരാൻ പാടില്ല. പിന്നെ എൻ്റെ അച്ഛനും അമ്മ ഇത്രയ്ക്ക് പൈസ കൊടുത്ത് പഠിപ്പിക്കുന്നതല്ലേ, അപ്പോൾ ഇനി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നാട്ടുകാരെന്തൊക്കെ പറയും, ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ആക്ച്വലി അച്ഛനും പൈസ കൊടുത്തിട്ട് ചിന്തിക്കണം കേട്ടോ. എന്നിട്ടൊന്നും പഠിക്കുക വേണ്ടതല്ല, ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്. സോ ഇങ്ങനെ മൗണ്ട് ചെയ്തെടുക്കുക, ടെൻഷൻ കളയുക, കോൺഫിഡൻ്റ് ആവുക. ദ നെക്സ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് റിവിഷൻ. അപ്പോൾ അതിലാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സേ നോ ടു ന്യൂ ചാപ്റ്റേഴ്സ് ഓർ ന്യൂ ടോപ്പിക്സ്. ഇനി ഇപ്പം ഇത്ര കുറച്ച് ദിവസത്തിൽ നിങ്ങൾ പുതിയ ചാപ്റ്റർ പഠിക്കുക അല്ലെങ്കിൽ പുതിയ ടോപ്പിക്ക് പഠിക്കുക, ഇതിന് നിൽക്കരുത്. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് പഠിക്കുമ്പോൾ അതൊന്നും നമ്മുടെ മൈൻഡിൽ അത്ര രജിസ്റ്റർ ആവണമെന്നില്ല. നമുക്ക് സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ചാപ്റ്റേഴ്സിനെ കൂടുതൽ സ്ട്രോങ്ങർ ആക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ കോച്ചിങ് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ എന്താ ചെയ്യുക, നിങ്ങൾക്ക് തന്നെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, മോഡൽ എക്സാംസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യുക. പിന്നെ ഓൾറെഡി നിങ്ങൾ പഠിക്കുമ്പോൾ മേക്ക് ചെയ്ത് വെച്ച നോട്ട്സ് ഉണ്ടാവാം, ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാവും, പിന്നെ ഫോർമുല ബുക്സ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അതൊക്കെ എടുത്ത് വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക, ടൈം കിട്ടുന്നതിനനുസരിച്ച് ചെയ്ത് നോക്കുക. പിന്നെ ബയോളജിക്കാണെങ്കിൽ പിന്നെ നമുക്ക് ടെക്സ്റ്റ് തന്നെ പഠിക്കണം എന്ന് കരുതി ഒരു ചാപ്റ്റർ 1 മണിക്കൂർ കൊണ്ട് പഠിക്കരുത്. അതിനുള്ള ടൈം നമുക്കിനിയില്ല. ആ ടൈം ഓൾറെഡി നമുക്ക് കഴിഞ്ഞു. അങ്ങനെ ഒരു കൊല്ലമായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യല്ലേ. അപ്പോൾ ആ ഒരു ടൈം അവിടെ കഴിഞ്ഞു. ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചാപ്റ്റർ വിത്തിൻ 10 മിനിറ്റ്സ് ആ ഒരു രീതിയിൽ വേണം വായിക്കാൻ വേണ്ടിയിട്ട് ബയോളജി. ആൻഡ് ബാക്കിയൊക്കെ നമുക്ക് കൺസെപ്റ്റ്, ഫിസിക്സും കെമിസ്ട്രി ആയാലും ഒക്കെ നമുക്ക് കൺസെപ്റ്റ് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുക, ഇഫ് പറഞ്ഞ പോലെ ഫോർമുല ബുക്സും പിന്നെ റിവിഷൻ നോട്ട്സൊക്കെ ഇനി അതൊക്കെ വായിച്ച് പഠിക്കുക, ഇതൊക്കെ ചെയ്യാം. നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം ഓരോ ദിവസവും എങ്ങനെ ആയിരിക്കണം എന്ന്. ഓക്കെ, അപ്പോൾ രാവിലെ ഇപ്പോൾ നേരത്തെ എണീക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ടൈമിനനുസരിച്ച് എണീക്കുക. ലേറ്റായിട്ട് ഇരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ നിങ്ങളുടെ ഷെഡ്യൂൾ അതിനനുസരിച്ച് എണീക്കുക. ഫസ്റ്റ് ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എക്സസൈസുകളൊക്കെ ചെയ്യുക.
പിന്നെ സിമ്പിൾ എക്സസൈസസ്, എന്താ പറയുക, ഈ സ്ട്രെച്ചിങ് എക്സസൈസസ് ഒക്കെ പോലെ വളരെ സിമ്പിളായിട്ട് എക്സസൈസസ് ചെയ്യുക. ഒന്ന് മുഖത്തേക്ക് ഫ്രഷ് ആവുക, കുറച്ച് വെള്ളം കുടിക്കുക. നമ്മളെപ്പോഴും പഠിക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ ഡീഹൈഡ്രേഷൻ വരുന്ന സമയത്ത് ക്ഷീണം വരും, ഉറക്കം വരും. ഓക്കെ, അപ്പോൾ അതൊക്കെ, പിന്നെന്താ, കോൺസെൻട്രേഷൻ കുറയും. ഇതൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഇടയ്ക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാം. പിന്നെ ഉറക്കം, നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ച് പോകും, കോൺസെൻട്രേഷൻ കുറയും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഉറക്കം അതെന്തായാലും നിർബന്ധമാണ്. അറ്റ്ലീസ്റ്റ് ഒരു 5 to 6 hours എങ്കിലും, അറ്റ്ലീസ്റ്റ് 5 hour എങ്കിലും ദിവസം ഉറങ്ങാൻ നോക്കുക. അതും എപ്പോഴെങ്കിലൊക്കെ ഉറങ്ങല്ല, ഒരു ഡെഫിനറ്റ് ടൈം വയ്ക്കാം. ഇപ്പോൾ 10 മണിക്ക് ഉറങ്ങുന്നവരാണെങ്കിൽ സ്ഥിരം 10 മണിക്ക് ഉറങ്ങുക, 11, 11, 12 ആണെങ്കിൽ 12, അങ്ങനെ സ്ഥിരമായിട്ട് ഒരേ ടൈമിൽ ഉറങ്ങും. ഓക്കെ, ഞാനാണെങ്കിൽ ഞാൻ നേരത്തെ കിടന്നിട്ട് നേരത്തെ എണീക്കുന്ന ആളാണ്. എനിക്ക് രാവിലെ പഠിക്കുന്ന ഇഷ്ടം. കൂടുതലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നത് ആ ടൈമിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ കിടക്കും. എന്നാൽ വൈകിട്ട്, അതായത് രാത്രി കുറേ നേരം ഇരുന്ന് പഠിക്കുന്നവരുണ്ട്, അവരാണെങ്കിൽ കുറച്ച് നേരം എക്സ്ട്രാ ഇരുന്നുള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ ടൈമിനനുസരിച്ച് നിങ്ങൾ ടൈം സെറ്റ് ചെയ്യുക, പഠിക്കാം. ഓക്കെ, ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക രാവിലെ തന്നെ. രാവിലെ എണീറ്റിട്ട് ഈ എക്സസൈസ് കാര്യങ്ങൾ ഫ്രഷായി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അതിന് വേണ്ടി മാറ്റി വയ്ക്കാം. ഇന്ന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം, എന്തൊക്കെയാണ് റെഫർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എഴുതി വയ്ക്കാം. ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലുള്ള എല്ലാം അന്ന് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, ഒന്നുപോലും മിസ്സാക്കാൻ പാടില്ല. അതാണ് ആക്ച്വലി അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. ദ ഡേ ബിഫോർ നീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്ലാൻ ഇടുമ്പം ആ നീറ്റിൻ്റെ ദിവസം അന്ന് പഠിക്കാൻ ഒന്നും വെക്കരുത് കേട്ടോ. നീറ്റിൻ്റെ തലേദിവസം നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. അതായത് ഇപ്പം ഭയങ്കര പെൻഡിങ് എടുക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ എന്തായാലും വായിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ നീറ്റിൻ്റെ തലേദിവസം വായിക്കുക. പിന്നെ റിവിഷൻ നോട്ട്സ്, ഈ ഞാൻ പറഞ്ഞ പോലെ ഫോർമുല ബുക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വായിക്കുക. അല്ലാതെ വേറൊന്നും ആ ദിവസം പഠിക്കരുത്. ആൻഡ് അന്ന് കിടക്കുന്നതിന് മുമ്പ് അടുത്ത ദിവസം എക്സാമിന് നിങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുപോകണം, ലൈക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, പെന്ന്, അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ബാഗിൽ പാക്ക് ചെയ്ത് വെക്കാം. അപ്പം തന്നെ നമുക്ക് പകുതി ആശ്വാസം, ഇതൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അതായത് അന്ന് എക്സാമിൻ്റെ അന്ന് ആകെ ടെൻഷൻ അടിച്ചിട്ട് പലതും മറന്നു പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യമേ ഇതൊക്കെ എടുത്ത് വെക്കാം. പിന്നെ നീറ്റിൻ്റെ അന്നെന്ന് പറഞ്ഞാൽ നല്ല ഉറക്കം വേണം. അപ്പോൾ അത്യാവശ്യം ഒരു 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന പോലെ നന്നായിട്ട് ഉറങ്ങുക. അപ്പം ഫ്രഷായിട്ട് എണീക്കാമല്ലോ. പിന്നെ ഇറങ്ങുന്നതിന് മുമ്പ് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ അനുഗ്രഹം മേടിക്കുക, അവരുടെ അടുത്തൊക്കെ യാത്ര പറയുക, പ്രാർത്ഥിക്കുക. ലൈക്ക് അന്ന് ഒന്നും പഠിക്കാൻ നിൽക്കരുത്. അത് ഞാനങ്ങനെയാണ് പറയുക. ചിലരുണ്ട് എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ പഠിക്കുന്നവർ. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ നമുക്ക് ടെൻഷൻ വരും. ഇതൊന്നും നമ്മൾ പഠിച്ചില്ലല്ലോ, അയ്യോ അത് മറന്നുപോയല്ലോ, ഇത് മറന്നുപോയല്ലോ, അത് ഞാൻ വായിച്ചില്ല, അങ്ങനെയൊക്കെ ഓരോ ടെൻഷൻസ് വരാൻ തുടങ്ങും. അപ്പോൾ എക്സാം ചിലപ്പോൾ നമുക്ക് മര്യാദയ്ക്ക് എഴുതാൻ പറ്റിയെന്ന് വരില്ല. ആ ടെൻഷൻ കാരണം ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ പറ്റും. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കുന്നതാണ് നല്ലത്. അന്നത്തെ ദിവസം അങ്ങനെയൊന്നും പഠിക്കാണ്ടിരിക്കുക എന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഞാൻ ചെയ്യാറില്ല അങ്ങനെ, കാരണം എനിക്ക് ടെൻഷനാകും. ഞാൻ ഓരോന്ന് വായിക്കുമ്പോൾ എന്തായാലും രാവിലെ വായിച്ചിട്ട് നമുക്ക് ആ എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ടെൻഷനാകും, അതുകൊണ്ട് ഞാൻ വായിക്കാറില്ല. അപ്പോൾ ഞാനതാണ് പ്രിഫർ ചെയ്യുക. The things to remember are: say no to tension, confusion, laziness, distraction, and new chapters. Say yes to revision, previous year questions, hydration, and proper sleep. എനിക്ക് ആക്ച്വലി ഞാൻ +1 ഒക്കെ പഠിക്കുന്ന സമയത്ത് അപ്പോഴാണ് ലൈക്ക് കോവിഡൊക്കെ വന്ന് +1 ഫുൾ ഓൺലൈനായിരുന്നു. അപ്പോൾ എൻ്റെ പഠിത്തമൊന്നും എനിക്ക് ശരിയായില്ല. ക്ലാസ്സൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യും, പക്ഷേ എനിക്ക് പഠിച്ചൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വന്നു. ലാസ്റ്റ് എക്സാമൊക്കെ ആയപ്പം. അപ്പോൾ ഒരു ദിവസം ടീച്ചർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, എന്താ പഠിക്കണമൊക്കെ ഇല്ല, എങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുഴപ്പമില്ല പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ടീച്ചർ ചോദിച്ചു, എന്താ അതിലൊരു കോൺഫിഡൻസ് കുറവെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ലൈക്ക് പഠിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല, എല്ലാം മറന്നു പോവുക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇത്തിരി കോൺഫിഡൻസ് കുറവാണ്, എനിക്കറിയില്ല എക്സാം എഴുതാൻ പറ്റുമോ, നന്നായിട്ട് എഴുതാൻ പറ്റുമോ എന്ന് അറിയില്ല പറഞ്ഞു. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ വലിയ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നമ്മൾ പഠിച്ചത് ഓർമ്മയില്ല എന്ന് നമുക്ക് തോന്നും,
പക്ഷേ നീ പഠിച്ചിട്ടുണ്ടാവും, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റും. അത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്തും പറയാനുള്ളത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എനിക്ക് ഉറപ്പായിട്ടും ലൈക്ക് നീറ്റ് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റും. ഇത്രയും കാലമായിട്ട് നമ്മൾ വർക്ക് ചെയ്യല്ലേ, അപ്പോൾ ആ ഒരു വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. സോ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. ആൻഡ് നിങ്ങളുടെ വർക്ക് വിടാണ്ടിരിക്കുക. ആ ഒരു മടുപ്പൊക്കെ തോന്നും, പക്ഷേ അതൊന്നും ഇപ്പോൾ കാര്യമാക്കണ്ട. ഇനി ഇത്തിരി ദിവസം കൂടെ ബാക്കിയുള്ളൂ. ആ കുറച്ച് ദിവസം കൂടെ കഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ഡ്രീം കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. സോ അത് കണ്ടിട്ട് റെസ്റ്റ് എടുക്കാതെ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഡ്രീം കോളേജിൽ അഡ്മിഷൻ കിട്ടും. നിങ്ങൾ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും വയ്ക്കുക. ആൻഡ് all the very best for your NEET 2025. Thank you so much and have a nice day.